Hi friends, all good technical corner malayatinte pudiya video like swagatham. appo innathe video nammal oru amplifier aanu guys review cheyan povunnathu. Okay, appam idu TPA3116D2 nu paranja rendu IC vechulla oru amplifier board aanu. Okay, appam ഇതിനെ കുറിച്ച് നമുക്ക് റിവ്യൂ ചെയ്യാൻ പോകാം. അപ്പം റിവ്യൂ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ TPA3116 എന്ന് പറഞ്ഞ IC ഉപയോഗിച്ചുള്ള ഒരു ആംപ്ലിഫയർ, ക്ലാസ് D ആംപ്ലിഫയർ ആണിത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്തൊരു ഹീറ്റ് സിങ്ക് കാണാം. അപ്പം വളരെ ചെറിയൊരു ഹീറ്റ് സിങ്ക് ആണ് ആംപ്ലിഫയർ വെച്ച് നോക്കുമ്പം. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ക്ലാസ് D ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഒരുപാട് ഹീറ്റൊന്നും ഇത് പ്രൊഡ്യൂസ് ചെയ്യില്ല, അതുകൊണ്ട് ചെറുതൊരെണ്ണം മതി. അപ്പോൾ അതിനെ ഹോൾഡ് ചെയ്ത് അടിയിൽ നിന്ന് ഒരു സ്ക്രൂ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് 2.1 ചാനലാണ്. അപ്പോൾ കണ്ടോ 50+50, പിന്നെ സബിന് വേണ്ടിയിട്ടുള്ള 100 വാട്ട്സിൻ്റെ ഔട്ട്പുട്ടാണ് ഉള്ളത്. ഓക്കെ, പിന്നെ ക്ലോസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചൈനീസിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കാൻ അറിയാത്ത കൊണ്ട് പിന്നെ അറിയത്തില്ല എന്താണ്. ഓക്കെ, പിന്നെ നമ്മൾ ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പവർ സപ്ലൈക്കുള്ളതുണ്ട്. ഓക്കെ, കണ്ടോ ഇതാണ് പവർ സപ്ലൈക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 26 വരെ യൂസ് ചെയ്യാമെന്ന് പറയുന്നു. പിന്നെ നമുക്ക് സബ് വൂഫറിൻ്റെ ഫിൽറ്ററിന് വേണ്ടിയിട്ടുള്ള IC ഉണ്ട്. പിന്നെ നമുക്ക് ഓക്സ് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതും ഓക്സും പിന്നെ ഇൻപുട്ട് കൊടുക്കാൻ, അത് നമ്മുടെ MP3 പ്ലെയറൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം അതിനകത്തുണ്ട്, കണക്ടറുണ്ട്. പിന്നെ 3 നോബുണ്ട്. ഇതിപ്പം ടോട്ടൽ വോള്യൂമിൻ്റെ ആണ്. ഇത് ബാസ് കൺട്രോൾ ചെയ്യുന്നത്, നടുക്കത്തെ ബാസ് കൺട്രോൾ ചെയ്യുന്നതും. ഇത് നമ്മുടെ വോള്യൂം കൺട്രോൾ ചെയ്യാൻ, ടോട്ടൽ വോള്യൂം. ഇത് സബിൻ്റെ ബാസ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ സ്റ്റീരിയോ സ്പീക്കറിൻ്റെ സൗണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 നോബുണ്ട്. ഓക്കെ, ട്രബിൾ ഇല്ല, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേറെ ബോർഡും ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ട്രബിൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനേക്കാളും കുറച്ചും കൂടെ വില കൂടുതലാണ് അതിന്. ഓക്കെ, PCBയുടെ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. അതായത് കാണാൻ നല്ല ഗ്ലാസ് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ സാധാരണ നല്ല ഹൈറ്റിലുള്ള, അതായത് നല്ല കട്ടിയുള്ള PCB ആണ്. ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ ഇൻഡക്ടർ ചെറിയ ലൂസ് ഉണ്ട് കേട്ടോ. അത് ഒരു ചെറിയ ഷേക്ക് ഫീൽ ആകുന്നുണ്ട്. അത് മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ആയുള്ളൂ, അതായത് PCBയിൽ വെച്ച് നോക്കുമ്പം. ഓക്കെ, അല്ലാതെ വെച്ച് നോക്കുമ്പം കുഴപ്പമില്ലാത്ത ഒരു ആംപ്ലിഫയർ ആണ്, അത് ആംപ്ലിഫയർ ബോർഡാണ്. പിന്നെ കപ്പാസിറ്റർ 35 വാട്ട്സിൻ്റെ 2200 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്ററാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബോക്സിലുള്ള കണ്ടൻറ്റ് എന്താണെന്നൊക്കെ നോക്കാം. അതായത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ആമസോണിൻ്റെ ഒരു പാക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ബബിൾ റാപ്പിൽ ഈ ഒരു കവറിനകത്താണ് നമ്മുടെ ആംപ്ലിഫയർ വന്നത്. ഓക്കെ, അപ്പം വളരെ സിമ്പിളായിട്ടുണ്ടായിരുന്ന ഒരു പാക്കേജിങ് ആയിരുന്നു. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കണക്ടേഴ്സും നമ്മുടെ വോല്യൂം നോബിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഇച്ചിരി സ്ക്രൂ, നട്ട് ബോൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൽ എഴുതിയിട്ടുണ്ട് 24/6 ആംപ്സ് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലുള്ള സപ്ലൈ കൊടുത്താൽ അതിൻ്റെ മാക്സിമം എഫിഷ്യൻസി, അതായത് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. അപ്പോൾ നമുക്ക് സൗണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 10 വാട്ട്സിൻ്റെ 2 സ്പീക്കർ എടുത്തിട്ടുണ്ട്. ഇത് 10 വാട്ട്സിൻ്റെ ടൊയോട്ടോൻ്റെ ഊഫറാണ്. നമ്മൾ ഹോം തിയേറ്ററിൻ്റെ ഒരു ബോക്സ് അത് സെറ്റ് ചെയ്ത് വെച്ചാന്നേ ഉള്ളൂ. ഓക്കെ, 50+50 ആണ് രണ്ട് ചാനലിൽ. അതായത് ഒരു ചാനലിൽ 50 വാട്ട്, ഇനി ഒരു ചാനലിൽ 50 വാട്ട്. സബിന് 100 വാട്ടാണ് ഉള്ളത്. ഓക്കെ, പക്ഷേ നമ്മളിപ്പം ഒരു ചെറിയ സ്പീക്കർ വെച്ച് കണക്ട് ചെയ്യുകയാണ്, കാരണം നമ്മുടെ അടുത്തുള്ള പവർ സപ്ലൈ 12 വാട്ടേ ഉള്ളൂ. 12 വാട്ടും 2 ആംപിയറേ ഉള്ളൂ. പവർ സപ്ലൈ ഇപ്പം വരണമുണ്ട്. അപ്പോൾ അതും കൂടി സെറ്റായിട്ട് നമുക്ക് ഒരു 2.1 സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീട് നമ്മൾ ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. 2 ചാനലിൽ നമ്മൾ സ്പീക്കറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മ്യൂസിക് കേൾക്കാം.
ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കേട്ടത് നമ്മുടെ സ്റ്റീരിയോയിൽ, അതായത് 2.1 ഔട്ട്പുട്ട് വരുന്ന സ്റ്റീരിയോയുടെ സൗണ്ടാണ് കേട്ടത്. ഇനി നമുക്ക് സബ് ഊഫർ. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ സബ് ഊഫറില്ല, ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു ഊഫറാണ് സബ് ഊഫറിൻ്റെ പകരം കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കുക, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ സൗണ്ട് ക്വാളിറ്റി. സ്റ്റീരിയോൻ്റെ സൗണ്ട് ക്വാളിറ്റി നല്ലതുണ്ട്. പിന്നെ സബിൻ്റെ കാര്യം നമുക്കറിയില്ല, കാരണം സബ് നമ്മൾ ഇനി വരണം അത്രേ. ഓക്കെ, അപ്പോൾ സബ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് 2.1 സിസ്റ്റം സൗണ്ട് സിസ്റ്റം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സബിൻ്റെ കാര്യം നമുക്ക് പറയാം. ഓക്കെ, സോ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ റിവ്യൂ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ തന്നെ അവസാനിപ്പിക്കാം. സോ ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.